ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഭവനം എന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വർഗമാണ്. എക്കാലത്തും അതങ്ങനെ തന്നെയാണ്. വീട്ടിലായിരിക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥതയും ലോകത്തെവിടെ പോയാലും നമുക്കത് ലഭിക്കില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കണം. എങ്കിൽ മാത്രമേ അത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ ആയിരിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കും. കാരണം ഒരു മനുഷ്യന് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാനും വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാനും പറ്റിയ ഒരു സ്ഥലം ലോകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ വീടാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവ് വചനത്തിൽ സൂചിപ്പിക്കുകയാണ്, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഒരു നെഗറ്റീവ് ആസ്പെക്ട്സിലൂടെയാണ് ഈശോ സംസാരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സുവിശേഷം ഒന്ന് സൂക്ഷിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശുവിനെക്കുറിച്ച് മോശമായിട്ടൊന്നും അവിടെ പറയുന്നില്ല. യഥാർത്ഥത്തിൽ യേശു ആരാണെന്ന് അറിയപ്പെടുന്നത് അവൻ്റെ ഭവനത്തിലൂടെയാണ്. മറിയത്തിൻ്റെ മകൻ, തച്ചൻ്റെ മകൻ, അവരുടെ സഹോദരങ്ങൾ. അപ്പോൾ ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഇതെല്ലാം ചോദിക്കുന്നതും എനിക്ക് തോന്നുന്നത് നല്ല രീതിയിലാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അവനെ പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണ്. അതിന് കാരണം അവൻ്റെ വീടാണ്. എനിക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടിക്കാലം നമ്മൾ ഓർത്ത് നോക്കിയേ. ഈ ജനറേഷനിൽ അതുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കഥ കേൾക്കാൻ അമ്മയുണ്ടാവും, അപ്പനുണ്ടാവും. ഇന്ന് സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കാനായിട്ട് അമ്മ കാത്തു നിൽക്കും. തീർച്ചയായിട്ടും ചെറിയ ചെറിയ കുസൃതികൾ നമ്മൾ ചെയ്താൽ പോലും അതൊക്കെ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അമ്മമാർക്ക് പറ്റുന്നുണ്ട്. ഒരു കുട്ടി വീട്ടിലോട്ട് എത്തുമ്പോൾ അവന് പറയാൻ നിറയെ കഥകളുണ്ടാവും. അത് കേൾക്കാനുള്ളൊരു മനസ്സ് വീട്ടിലുണ്ടോ എന്നുള്ളതാണ് ആ കുട്ടി അന്വേഷിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്പേസ് വീട്ടിലുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഒരു കുട്ടി അവൻ്റെ ഒരു ദിവസത്തിൻ്റെ പ്രധാന പങ്കും അവൻ സ്കൂളിലാണ് ചെലവഴിക്കുന്നത്. വൈകുന്നേരം വീട്ടിലെത്തി അടുത്ത ദിവസം രാവിലെ വരെ അവൻ വീട്ടിലാണ്. ഈ സമയത്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രക്രിയ നടക്കുന്നത്. പഠിച്ചത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. പഠിച്ചത് എങ്ങനെ ആക്ഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടത്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അത് വീടാണ്, ഭവനമാണ്, വേറൊന്നുമല്ല. വീട്ടിൽ നമ്മൾ പറയുന്നതാണ് അത് ശരിയാണോ തെറ്റാണെന്ന് തിരുത്തി തരുന്നത്. ഇത് വീട്ടിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ പുറത്തു പോകും. തീർച്ചയായിട്ടും എല്ലാ മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് ഞായറാഴ്ചയല്ല, ശനിയാഴ്ചയല്ല, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം മാറ്റിവെക്കണം. അവനെ കേൾക്കാൻ, അവളെ കേൾക്കാൻ. അവനെ കേൾക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പ്രക്രിയ നമ്മൾ ശ്രദ്ധിക്കണം. അവൻ ആരാണെന്നറിയും, അവൻ്റെ കഴിവെന്താണെന്നറിയും, അവൻ ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് അവൻ സംസാരിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളേക്ക് വേദനിപ്പിക്കാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. നമ്മൾ നമ്മുടെ മക്കളെ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ലോകത്ത് ജനിക്കുന്ന ഓരോ കുട്ടിക്കും അവൻ്റേതായ രീതിയിലുള്ള കഴിവുകളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. പക്ഷെ അത് തിരുത്തി കൊടുത്താൽ അവൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉയരങ്ങളിലോട്ട് എത്തിച്ചേരും. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സന്ദേശമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ബാക്ക് ടു ഹോം, തിരിച്ച് ഭവനത്തിലോട്ട് വരിക. നമ്മുടെ ഭവനത്തിലോട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ പഴയ ഓർമ്മകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്.
ചില സ്ഥലങ്ങൾ, വീട്ടിലെ ചില സ്ഥലങ്ങൾ, ചില സംസാര രീതികൾ, ചില വസ്തുക്കൾ, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർക്കും. എത്ര കൊച്ചുമക്കൾക്കാണ് മുത്തച്ഛൻ്റെ കഥ കേട്ട് ഉറങ്ങാൻ ഭാഗ്യമുള്ളത്? ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഭവനത്തിൽ നടക്കുന്നുണ്ട്. കർത്താവ് തീർച്ചയായിട്ടും അവൻ്റെ പരസ്യ ജീവിതകാലത്ത് അമ്മയെ കാണാൻ പോകാറുണ്ടായിരുന്നു. അമ്മയെ കാണാൻ പോകുന്നത് അത് പേരിന് വേണ്ടിയല്ല. തീർച്ചയായിട്ടും അമ്മയുടെ അടുത്തിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നാണ് നന്നായിട്ട് അറിയാം. അമ്മയോടൊപ്പം ഇരുന്ന് ചെലവഴിക്കുകയും ആഹാരം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥതയും ലോകത്തൊരിടത്തും കിട്ടില്ല. നമുക്കത് വാങ്ങിക്കാനും പറ്റില്ല. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻപ് പറഞ്ഞു വച്ച ചില ആശയങ്ങൾ, അത് ഒരിക്കലും നമ്മൾ ലോകത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്യരുത്. ഇത് പ്രക്രിയയായിട്ട് തന്നെ മുൻപോട്ട് പോകണം. ഓരോ തവണയും അത് മനസ്സിലാക്കി, പഴയ കാലത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പുതുമയോടുകൂടി മനസ്സിലാക്കി മുൻപോട്ട് കൊണ്ടുപോകണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികളെ എല്ലാ ദിവസവും കേൾക്കാനുള്ളൊരു മനസ്സ് എല്ലാ മാതാപിതാക്കളും കാണിക്കണം. അവിടെ തന്നെ അവന് മാറ്റം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്ന നമ്മൾ കേൾക്കുമ്പോൾ അവനും ചിന്തിക്കുന്നത്, എൻ്റെ മാതാപിതാക്കൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതാണ് എന്നുള്ളൊരു ബോധ്യം അവനുണ്ടാവും. തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കുകയും അതനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുഞ്ഞു പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന അനുഭവങ്ങളാണ് വളരുമ്പോൾ അവൻ എന്തായിത്തീരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതുപോലെ സ്വന്തം നാടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ അവിടെ ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരാണ് നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും അതിന് കാരണക്കാരാണ്. സുപ്രസിദ്ധമാണോ കുപ്രസിദ്ധമായി അറിയപ്പെടണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു ചിന്തയോടുകൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഇന്ന് പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠനത്തോടൊപ്പം ജീവിതവും പഠിപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ, നമ്മുടെ മക്കൾ സ്വപ്നം കാണുന്ന പോലെ ഒരു കുടുംബം വാർത്തെടുക്കുവാൻ, ഒരു ഭവനം വാർത്തെടുക്കുവാൻ, ഒരു നല്ല തലമുറ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.